ഈയിടെ ഒരു വയലിന് പോയപ്പോൾ അവിടെ മദ്രസൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. അതിൻ്റെ കലക്ഷന് സംഘാടകർ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു പെണ്ണുങ്ങളൊരു കവറിൽ 2000 രൂപ കൊടുത്തയച്ച്. ആ കവറിൻ്റെ ഉള്ളിൽ വേറൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ എഴുതി വെച്ച് എന്താ പറയുക, എൻ്റെ മകൻ ഒറ്റ മോനേ ഉള്ളൂ, 6ാം ക്ലാസ്സിലാണ് പഠിക്കണത്, എൻ്റെ ഭർത്താവ് മരിച്ചു, മോന് യത്തീമാണ്, ഈ മോനെ ഒരു ആലിമായി കിട്ടാനാണ് ഈ 2000 ഞാൻ കൊടുത്തേക്കണത്. പിന്നെ ആ പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറയുക, ഞാൻ മരിക്കണ സമയത്ത് എൻ്റെ ആലിമായ മോൻ്റെ മുഖം നോക്കി അവൻ ചൊല്ലിത്തരുന്ന ദിക്റും ചൊല്ലിയിട്ട് മരണപ്പെടണമെന്ന് പൂതിയുണ്ട്. ഓരോ ഉമ്മമാരുടെ ഒരു പൂതി കേട്ടോ. വേറൊരു സ്ഥാപനത്തിൻ്റെ പാരൻസ് പ്രോഗ്രാമിന് പോയപ്പോൾ പൊതുവിൽ സ്ത്രീകളായിരിക്കുമല്ലോ അത്തരം പ്രോഗ്രാമിൽ അധികം ഉണ്ടാവുക, ആണുങ്ങളുണ്ട് അത്യാവശ്യം. ലേഡീസ് വോളണ്ടിയർമാർക്കൊരു പരാതി, ഒരു പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നാസ്തിയും കഴിച്ചിട്ടില്ല. എന്താ ഇവിടെ ബിരിയാണി ആയതുകൊണ്ടാണോ, സാദാ ചോറ് വേണോ, വേണ്ട ഫുഡ് വേണ്ടേ, വേണ്ട, നോമ്പുണ്ടോ, അതിന് ഇന്ന് സൺഡേ ആണല്ലോ, പ്രത്യേകിച്ച് സുന്നത്തോമ്പിൻ്റെ ദിവസമൊന്നുമല്ല, അതെന്തേ നോമ്പുണ്ട്, ആ നോമ്പുണ്ട് ഇന്നാ, അതെന്തേ ഞാൻ 3 മാസമായിട്ട് നോമ്പോ, അതെന്തേ എൻ്റെ മോന് ഹിഫ്ലിന് പഠിക്കുന്നുണ്ട്, ഓന് ഈയിടെയായിട്ട് ഒരു ചെറിയ മടി, ഞാൻ നോമ്പ് 3 മാസത്തേക്ക് തീരുമാനിച്ചെടുക്കുകയാണ്, അത്താഴത്തിന് അള്ളാഹിനോട് ദ്വാരക്കും, ആകെ ഉള്ളതൊരു മോനാണ്, ഓനും കൂടി പാതി വഴിയിൽ നിർത്തിയാൽ എനിക്കാരും സ്വർഗത്തിലേക്ക് കൈപിടിക്കാനില്ല. ആ ഉമ്മാൻ്റെ ഒരു ആദ്യഖണ്ഡങ്ങൾ കണ്ടോ. ഒരു ആലിമായ മോന് കൈപിടിക്കണ പോലെ വേറെ ആരാ പരലോകത്തുണ്ടാവുക? ആലിമീങ്ങൾ സ്വർഗത്ത് പോകുമ്പോൾ അള്ള ചോദിക്കുമല്ലോ എവിടെ പോണത്, സ്വർഗത്തിലോ? അതിന് ഇപ്പോഴേ പോണത് ഇഷ്ടക്കാരൊക്കെ കയറ്റിയിട്ട് പോയാൽ പോരെ, ഓഫർ ഉണ്ട് നിങ്ങൾക്ക്. ഇഷ്ടക്കാരിൽ ഉപ്പാ ഉമ്മാന്ന് വിളിക്കണ്ടേ നമ്മളെ മക്കൾ? വേണം, അതിനെ ആലിമീങ്ങളാക്കണം, മുത്താലിമീങ്ങളാക്കണം നമ്മളെ മക്കളെ. ആഹ്ലുകാർ ചിത്രത്തിൽ നിന്ന് അവർ ഖബറിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുമെങ്കിലും അവർ ചരിത്രം സൃഷ്ടിക്കണം മക്കളായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ വളർത്തിയ ഒരു രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ ജീവിച്ച ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഇമാം ഷാഫി റളിയല്ലാഹുവിന് ഇൽമ എഴുതി വെക്കാനുള്ള പേപ്പർ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അറബ് ശാലയിൽ പോയിട്ട് അറബ് മൃഗത്തിൻ്റെ എല്ലുകൾ എടുത്തു വന്നിട്ട് കഴുകി വൃത്തിയാക്കി എല്ലിൻ്റെ മേലെ എഴുതി വെച്ചു എന്ന് ചരിത്രത്തിലുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു റൂം മുഴുവൻ ഫുള്ള് എല്ലുകളായിരുന്നു, അതിൽ ഫുള്ള് ഇൽമാണ്. എഴുതി വെക്കാൻ പാവത്തിന് എന്തെങ്കിലും കിട്ടണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫീസ് കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് ദർസിൻ്റെ പുറത്തിരിക്കേണ്ട ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു മഹാൻ്റെ ഇന്നലകളിൽ. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ദർസിൽ പങ്കെടുത്ത് ബേക്കിലിരിക്കുന്ന കുട്ടി ഇടത് കൈയിൻ്റെ പുറംഭാഗത്ത് വലത്തേക്കുണ്ട ചൂണ്ടുവിരലുകൊണ്ട് എന്തോ ഇങ്ങനെ എഴുതി വെക്കണ പോലെ തോന്നിയ ഇമാം മാലിക് ഞങ്ങൾ വറമക്കോഹല്ല ഇമാം മാലിക് റളിയല്ലാഹുവിനെ നോക്കി, ഈ കുട്ടി എന്താ കളിക്കുക, ഹദീസ് ദർസിൽ കളിക്കുകയാണോ, എന്തിങ്ങനെ കളിക്കുകയാണ്? 18 ഹദീസ് അന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ശിഷ്യന്മാരോടൊക്കെ പിരിഞ്ഞു പോകാൻ പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞു. ആ കുട്ടീനെ വിളിച്ച്, ചെറിയ മോനെ ഇമാം ഷാഫി റളിയല്ലാഹു, എന്താ പേര്? മുഹമ്മദ്. നാടെവിടെ? ഹദീസിൻ്റെ ക്ലാസ്സല്ലേ? അതെ. മോൻ കളിക്കുകയാണോ? അല്ല, കളിക്കല്ല. ഇനി ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ അവിടുന്ന്. കളിക്കല്ലോ സാർ. പിന്നെന്താ? ഇൽമ എഴുതി വെക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, പേനയുമില്ല, പേപ്പറും ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ഓർമ്മ ഒന്ന് അവിടെ തന്നെ നിൽക്കാൻ ഞാനിങ്ങനെ എൻ്റെ വേറൊന്നും എഴുതാൻ, എല്ലാവരും പോലെ എൻ്റെ അടുത്ത് ഒന്നുമില്ല. അങ്ങനെ എഴുതി. അങ്ങനെ മോൻ എഴുതിയ മോനിക്ക് ഓർമ്മ ഉണ്ടാവുമോനെ? ഉസ്താദ് 18 ഹദീസിലെടുത്തത്. അതെ, ഉസ്താദ് മുതൽ തങ്ങൾ വരെയുള്ള സിൽസില സനദും അതിൻ്റെ മദ്ന ഹദീസും ഞാൻ പറയട്ടെ. മോന് പറയും. ഹദ്ദസന ഉസ്താദ് മാലിക് അന്നാഫിഅൻ അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു 18 പറഞ്ഞപ്പോൾ ഇമാം മാലിക് അങ്ങടെ കണ്ണ് നിറഞ്ഞു. ആ ഇമാം ഷാഫി റളിയല്ലാഹു വലിയ പണ്ഡിതനായി. ആരൊക്കെയോ ഹദിയ സമ്മാനം ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, ഒരു 100 ദിർഹം ഗിഫ്റ്റുമായിട്ട് കിട്ടിയത് വന്നപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉമ്മ നോക്കുകയാണ്. തീച്ചൂളയിൽ ദാരിദ്ര്യത്തിൻ്റെ കടുപ്പത്തിൽ വളർത്തിയ മോൻ്റെ കയ്യിൽ കുറച്ച് പണം കാണുന്നുണ്ട്. മോനാ, ആ വെറും കൈയോടെ വരുന്ന മോനെ തന്നെയാണ് ഉമ്മാക്ക് പൂതി. പോയ പോലെ വന്നാൽ മതി, ആ ദുനിയാവിൻ്റെ പണം ഒന്ന് ഇവിടെ കയറ്റേണ്ട മോനെ, അല്ല അങ്ങോട്ട് കൊടുത്തിട്ട് മോനായിട്ട് വരികയും.
കോടിക്കണക്കിന് ഷാഫി മദഹ്ബുകാർ ചെയ്യുന്ന ഹജ്ജും നിസ്കാരം നോമ്പും എല്ലാത്തിൻ്റെയും കൂലി ഈജിപ്തിലെ ഷാഫി ഇമാമിൻ്റെ ഖബറിലേക്ക് പോകുമ്പോൾ ഷാഫി ഇമാമിൻ്റെ അടക്കം കൂലി വാങ്ങുന്ന ഉമ്മ ചിത്രത്തിലില്ല, പക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കർട്ടൻ്റെ അപ്പുറത്തുള്ള സ്ത്രീകളോടാണ് എൻ്റെ ഒരു ചോദ്യം. നമുക്കും അങ്ങനെ ഒരു കൂലി വാങ്ങണ്ടേ നമ്മളെ മോനെ കൊണ്ട്? ആ മോന് ദർശനടുത്തുനിന്ന് ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങളിൽ നിന്ന് അവർക്ക് അവരുടെ ശിഷ്യന്മാർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മറ്റമ്പിയാക്കളേക്കാൾ ടോപ്പ് എന്ന് പറയാൻ വേണ്ടി 40 കാരണങ്ങൾ വെച്ചിട്ടൊരു കിതാബുണ്ട്, തഫ്ളീലുർ റസൂൽ അല്ലേ? ആ കിതാബിലൊരു കാരണം തന്നെ എന്താ അറിയോ? നബിതങ്ങൾക്ക് അനുയായികൾ ചെയ്യുന്ന ഓരോ നന്മയുടെയും കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ തങ്ങൾക്കാണുള്ളത്, അപ്പോൾ തങ്ങളാണ് ഏറ്റവും ടോപ്പ് എന്ന്. സ്വർഗത്തിൻ്റെ പകുതിയിലധികവും തങ്ങളെ ഉമ്മത്താണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അഹ്ലുകാർ ഖബറിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോരൂന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഉപകാരപ്പെടുന്ന അഹ്ലുകാരുണ്ടാകും എന്ന് പറയാനാ ഞാൻ ഇത്രയും പറയാൻ ശ്രമിച്ചത്, ഈ ആശയം സമർത്ഥിക്കാൻ വേണ്ടി. 2, സമ്പത്തും തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഉപകാരപ്പെടുന്ന സമ്പത്ത് ഉണ്ടാകും മോനെ. ശരിക്കും അമലിൽ അത് പെടും, എന്നാലും വേർതിരിച്ച് പറയണത് ഒരു തെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ ജീവിതകാലത്ത് സ്വതക്കകൾ ചെയ്യണം, അതാ നമുക്ക് ഉപകാരപ്പെടുക. ഇല്ലാത്തതൊക്കെ അനന്തരാവകാശികൾ എടുത്തോണ്ടാവും. അതിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട് ആ കിതാബിൽ. എന്താണെന്നറിയോ? നിന്റെ സ്വത്ത് നീ പിശുക്ക് കാണിച്ച് സക്കാത്തും കൊടുത്തിട്ടില്ല, അയൽവാസികളെ പരിഗണിച്ചിട്ടില്ല, കുടുംബക്കാരെ അവഗണിച്ചു, ആ സ്വത്ത് നീ എവിടെയും ചെലവാക്കിയിട്ടില്ല, ആ സ്വത്തിൻ്റെ കാരണം കൊണ്ട് നിനക്ക് നരകം. അതേ സ്വത്ത് അനന്തരമായി കിട്ടിയ മക്കൾ നല്ലവരായതുകൊണ്ട്, അവർക്ക് കുറച്ച് ബുദ്ധിയുള്ളത് കൊണ്ട് ആ സ്വത്ത് സ്വതക്ക ചെയ്ത് ആ സ്വത്ത് സക്കാത്ത് കൊടുത്ത് അവർ സ്വർഗം വാങ്ങി. അതേ പണം കൊണ്ട് ഉണ്ടാക്കിയ നീ നരകം, കിട്ടിയ മക്കൾ ആ പണം കൊണ്ട് സ്വർഗം. എന്തൊരവസ്ഥ മോനെ, നീ ചിന്തിക്കണം. നിന്റെ ജീവിതകാലത്ത് കൊടുത്തതാണ് നിനക്ക് ബാക്കി ഉണ്ടാവുക. ഉമ്മാമ്മമാരെ ആലോചിക്കേണ്ടത്, മയ്യത്തായിട്ട് കടത്തിയാൽ എല്ലാ വളയും മാലയും പാദസരവും ഊരിയെടുക്കും. ചെവിയിൽ ഇങ്ങനെ ഒരു കുറേ തൂങ്ങി നിൽക്കുന്ന പൊന്നുണ്ട് നമ്മുടെ നാട്ടിൽ, വിവിധ ഭാഷകളിലാണ് അത് പറയണത്, അതെല്ലാം ഊരിയെടുക്കും. ലാസ്റ്റത്തെ ഒരു തരി പൊന്ന് ഊരാൻ കഴിയണില്ല. ഒരു പേരക്കുട്ടിയും പറയൂല ഉമ്മാമാൻ്റെ ചെവിയിൽ നിന്ന് ചോര വരാൻ സാധ്യതയുണ്ട്, ബ്ലഡ് ഒലിക്കാൻ സാധ്യതയുണ്ട്, അത് വേണോ എന്നൊരാശങ്ക പോലും പറയില്ല. വിദഗ്ധനായ തട്ടാനെ കൊണ്ടുവന്ന് ജ്വല്ലറി ഷോപ്പുകാരനെ കൊണ്ടുവന്നിട്ട് അത് ഊരാൻ ശ്രമിക്കും. അവരും പറയുന്നുണ്ട് ബ്ലഡ് പൊടിയോട്ടോ, കുഴപ്പമില്ല, സ്വർണത്തിന് പൈസ അധികം, സ്വർണത്തിന് ഇപ്പോൾ ട്രോളൽ തന്നെ എല്ലാ പൊന്നെ എവിടെ പോകുന്നു പൊന്നെ എന്നാ ഇപ്പോൾ പൊന്നിന് ചോദിക്കണം തന്നെ. അക്കാലത്ത് അതൊക്കെ ഊരി എടുത്തിട്ടല്ലാതെ ഉമ്മ കൊണ്ടുപോലട്ടോ. ഉപ്പ 25 കൊല്ലം കെട്ടിയ വാച്ചാണ്, അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഒരു മോനും പറയൂല, ഒരു പേരക്കുട്ടിയും പറയൂല. അതുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്തത് നമുക്കുണ്ടാവും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെ ചോദിക്കണില്ലേ, ചെയ്താൽ പകരം തരുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടും നിനക്കെന്താ വിശ്വാസമില്ലാത്തത്? അത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടതാണ്. അള്ളാഹു സമ്പത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. സമ്പന്നരാവുക എന്നുള്ളത് ഒരു കുറവൊന്നുമല്ല, അള്ളാൻ്റെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ മാനദണ്ഡമല്ല സമ്പത്ത് എന്നുള്ളത്, അത്രയേ ഉള്ളൂ. സമ്പത്ത് ഉണ്ടായവരും സ്വർഗത്തിൽ പോയിട്ടുണ്ട്, ഇല്ലാത്തവർ നരകത്തിലും പോയവരും കഥകളൊക്കെ ഉണ്ട്. അമ്പിയാക്കളിൽ സമ്പത്തുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. സ്വഹാബത്തിൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പിന്നെ പാവങ്ങൾ പോയതിൻ്റെ 500 കൊല്ല ശേഷമേ പണക്കാർ സ്വർഗത്തിലെത്തൂ എന്നുള്ളത് പണക്കാരാവരുത് എന്നുള്ളതിൻ്റെ നിലപാടായിട്ട് നമ്മൾ കൂട്ടരുത്. പണക്കാർ 500 കൊല്ലം കിട്ടി എവിടെ പോകുന്ന പറയുന്നത്? പോകുന്നല്ലേ പറയുന്നത്, എന്താ പറയുന്നത്? പിന്നെ മാത്രമല്ല, ഈ 500 കൊല്ലം എന്താ അവർ ചെയ്യാന്ന് പറഞ്ഞാൽ, അവരുടെ പണം കൊണ്ട് അവർ നല്ലതിന് ചെലവാക്കിയത് വിചാരണ അല്ല ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കണക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിൽ റിപ്പോർട്ട് വായനയാണ്. സക്കാത്ത് 2022 കറക്റ്റ് കൊടുത്തിരുന്നു. അള്ളഹാനോട് വർത്താനം പറയുന്ന 500 കൊല്ലമല്ലേ, അത് നല്ല രസമല്ലേ, സ്വർഗത്തിൽ പോകുന്ന പോലെ തന്നെ അല്ലേ. ഇബ്നു ഹജർ അങ്ങടെ ഫത്ഹുൽ ഇലാഹിലുണ്ട്. അല്ലാണ്ട് 500 കൊല്ലം ഇങ്ങനെ കൊണ്ടുപോലെ നിൽക്കലല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. പണം ഉണ്ടാക്കുക, നല്ല കാര്യത്തിനാവുക എന്നുള്ളത് നല്ലത് തന്നെ. ഹദീസിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ്, നമ്മളെ അമലാണ്
നമുക്ക് ഖബറിൽ ഉപകാരപ്പെടുക. ആ ബോധം നമുക്കുണ്ടാവണം. നമ്മൾ ചെയ്ത അമൽ നമുക്ക് ഉപകാരപ്പെടും. അത് നന്നായിട്ട് നമ്മൾ ചെയ്തു വെക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും വുളു മുറിഞ്ഞാൽ വുളുവിൻ്റെ സുന്നത്ത് സ്കരിക്കും, വുളു മുറിഞ്ഞാൽ വുളു എടുക്കും, വുളു എടുത്താൽ വുളുവിൻ്റെ സുന്നത്ത് സ്കരിക്കും. അബൂ ഹുറൈറ തങ്ങളുടെ വുളു എന്ന് പറഞ്ഞാൽ ഭയങ്കര വുളുവാണ്. എല്ലാ അദബും പാലിച്ചിട്ടുള്ള വുളുവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളു എടുക്കുമ്പോൾ ഇതുവരെയാണ് കൈ കഴുകുക, തോള് ഇത്ര വരെ നീട്ടി കഴുകുക, ഇത്ര വരെ കഴുകുക. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളു ചരിത്രത്തിൽ കാണാം. എല്ലാ സുന്നത്തും എടുത്തിട്ട് വുളുവാണ്. ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉപ്പാപ്പ വഫാത്താവാറാകുമ്പോൾ ഏകദേശ രോഗങ്ങളും തങ്ങൾ ഉപ്പാപ്പൊക്കെ ഉണ്ടായിരുന്നു. വഫാത്താവാറാകുമ്പോൾ പ്രഷറുണ്ട്, ഷുഗറുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളിങ്ങനെ വുളുവിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ കുനിയുന്നുണ്ട്, ഇങ്ങനെ കുനിയുണ്ട്, എങ്ങനെയും കഴിയുന്നില്ല, കുനിയാൻ ഇങ്ങനെ കഴിയുന്നില്ല. അപ്പോൾ കൂടെയുള്ള ഖാദിമീങ്ങളും മുത്തല്ലിമീങ്ങളൊക്കെ ചോദിച്ചു, എന്താ തങ്ങളെന്തോ ശ്രമിക്കണ്ടല്ലോ, തങ്ങളെന്താ ശ്രമിക്കണത്? അത് വുളുവിൻ്റെ കാല് കഴുകുമ്പോൾ ഇടത്തേക്ക് അതിൻ്റെ ചെറുവിരലുകൊണ്ട് ഇങ്ങനെ ചിക്കകറ്റൽ സുന്നത്തുണ്ടല്ലോ, അതെ സുന്നത്തുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള വുളുവിലെ എല്ലാ സുന്നത്തും പാടെ എടുത്തിട്ട് പോകാനാ സൈനുൽ മുഹഖിഖീൻ അഹ്ദൽ തങ്ങളുപ്പാപ്പൻ്റെ ശ്രമം. എപ്പോഴെങ്കിലും നമ്മൾ വുളു എടുക്കുമ്പോൾ ഈ കാലിൻ്റെ വിരലുകൾക്കിടയിലുള്ള ചിക്കകറ്റാൻ, കുനിയാൻ, കിബർ നമ്മൾ സമ്മതിക്കണില്ലെങ്കിൽ ഒന്ന് മുഹിമ്മാത്തിൻ്റെ മുറ്റത്തെ അഹ്ദൽ തങ്ങൾ ഓർത്താൽ മതിയാവും. ആ കുനിച്ചിൽ നമുക്ക് വരും. ചെയ്ത അമൽ അവിടെ ബാക്കിയുണ്ടാവും. ഈയിടെ ഒരു ചരിത്രം വായിച്ചു, ഞാൻ ആ ചരിത്രം പൂർത്തിയായി പറയല്ല. വഫാത്താവുന്ന മഹാനോട് ശിഷ്യൻ എന്താ മുഖത്തൊരു ടെൻഷൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള താടി എങ്ങനെ ചിക്ക കെട്ടിയത് എന്ന് എത്ര പരതിയിട്ടു കിട്ടിയിട്ടില്ല, അതുമാത്രമാണ് ദുനിയാവിലുള്ളൊരു ടെൻഷൻ. മുത്തല്ലിമീങ്ങൾക്ക് കൂടി പഠിക്കാനുള്ള ഒരു ആശയാണത്. അവരൊക്കെ ജീവിതം തന്നെ ഇൽമ് അമല് എന്നുള്ളതാണ്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഡെയിലി 12,000 തസ്ബീഹ് ചെല്ലുന്ന ആളാണ്. 12,000 തസ്ബീഹ് അല്ലാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറങ്ങൂല. എല്ലാ ദിവസവും മഹാൻ്റെ തസ്ബീഹ് മാലയിൽ ടോട്ടൽ ഉള്ള മണികളുടെ എണ്ണം 2000 ആണ്. 6 തവണ ചെല്ലും. 2000 × 6 12,000 തവണ. എന്നിട്ട് വഫാത്താവുമ്പോൾ കരയുന്ന കണ്ടപ്പോൾ എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോൾ സഫരി തൊവീലുൻ, വലിയ യാത്രക്കല്ലേ പോണത്, വസാദി ഖലീലുൻ, കയ്യിലൊന്നുമില്ലാലോ എന്നാണ് പറയുന്നത്.